എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. മാവിൽ നാട്ടുമാവിൽ നമ്മളു ഞാൻ പാട്ടെറിഞ്ഞു. പാടും പാട്ടിലേതോ കൂട്ടുകാരായി നാമലഞ്ഞു. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. പൂനിലാവിൽ പീലി നീർത്തും പുല്ലുപായിൽ നിൻ നൂലു പോലെ നീയുറങ്ങും നേരമങ്ങും മനസ്സിലെ താരത്തിൽ ഒരു നുള്ളു കർപ്പൂരം തിളയ്ക്കുന്ന തീക്കുരുന്നേ. നിന്നെ അന്നും നിന്നെ കൊതിച്ചിരുന്നു. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു. വെറുതെ മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. സഞ്ജയ്, ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല സുന്ദരനായിട്ടുണ്ട്. ചോദിക്കാം. ഷാനിക്ക. സഞ്ജയ് സാറേ, ആദ്യം പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറ. ചക്രമുത്ത് എന്ന മൂവിയുടെ സോങ് ആണ്. അതുപോലെ ഇത് കമ്പോസ് ചെയ്തത് എം ജയചന്ദ്രൻ സാറാണ്. അതുപോലെ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി സാറും പാടിയത് KJ യേശുദാസ് സാറും. അടിപൊളി, വെരി ഗുഡ് സോങ് സെലക്ഷൻ സഞ്ജയ്. നല്ല സോങ് സെലക്ഷൻ. ഈ ഒരു റൗണ്ടിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് സഞ്ജയ്. നന്നായിട്ട് തന്നെ പാടി നല്ല കൺട്രോൾഡ് സിംഗിങ് ആയിരുന്നു. എനിക്ക് അനുപല്ലവിയിൽ പിടയ്ക്കുന്ന എന്തായിരുന്നു, പിടയ്ക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. അതെ, അതിന് എല്ലാവരും സെയിം ആണ് എഴുതണേ. അപ്പം എടാ ഒന്ന് പാടോടാ നീ. തൊടിയിലെ തുമ്പയിൽ തുടിക്കുന്ന തുമ്പിയെ പിടിക്കുന്ന കൗതുകമായി ഞാൻ അന്നും നിന്നെ കൊതിച്ചിരുന്നു. അന്നും നിന്നെ ക്ലാരിറ്റി. അന്നും നിന്നെ
കൊതിച്ചിരുന്നു. ഒരു ക്ലാരിറ്റിയുടെ ഒരു ഇഷ്യൂ മാത്രം. പിന്നെ വേറെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ സഞ്ജയ് ഇതിനകത്ത്? എന്താണ്? അന്നും നിന്നെ കുറിച്ചിരുന്നു. ആ, അത് തന്നെ. അപ്പൊ ഒരു വരി അങ്ങ് പോയി. അന്നും ഇന്നും തൊട്ടേയില്ല ഞാൻ ഞാൻ. അതിന് പകരം നമ്മുടെ അതിന് മുന്നേ ഉള്ള പരിപാടി അത് പാടുണ്ടോ? ഇല്ല. എല്ലാം സമ്മതിക്കുന്നുണ്ടോ? എല്ലാം സമ്മതിക്കുന്നുണ്ട്. എന്ത് പറ്റി? ഇതുവരെ അങ്ങനെ പറ്റിയിട്ടില്ല. ഇന്നെന്ത് പറ്റി അറിയില്ല. അങ്ങ് പാടിപ്പോയല്ലേ? പാടിപ്പോയി. ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇനി ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാതെ സഞ്ജയ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സഞ്ജയ്. ഓക്കെ, വെരി നൈസ് സിംഗിങ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എം ജി സർ, എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ. നല്ലൊരു പാട്ടാണ്, നല്ല രസമുള്ള പാട്ടാണ്. പാടിയതൊക്കെ നന്നായിരുന്നു. ഷാൻ പറഞ്ഞ ആ സ്ഥലത്താണ് ഞാനും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വേറൊന്നുമില്ല, ഇതിനകത്ത് മോൻ പാടിയതിനകത്തൊരു ഒരു ചട്ടക്കൂടിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം ചില സ്ഥലങ്ങളിൽ റഷ് ചെയ്ത് പോകുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ചില സംഗതികളല്ല, ചില ഭാവങ്ങൾ സംഗതികളിലൂടെ ദാസേട്ടൻ പാടിയിട്ടുണ്ട്. ഇപ്പം ശ്രുതി എന്ന് മറന്നു ഓ മകളെ എല്ലാം സിമ്പിളാണ് മറക്കുവാൻ നീ. ആ ഒരു ഗ്ലൈഡ് മറക്കുവാൻ നീ എന്നല്ല, മറക്കുവാൻ നീ പഠിച്ചു. ആ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടല്ലോ ചട്ടക്കൂട്, അതുപോലെ ഒറ്റ പല്ലവി ഒന്ന് ഒരു ഒറ്റ കീറ് കീറിക്കുന്നു. മൈക്ക് കുറച്ച് അകറ്റി പിടിക്കും. എല്ലാം മറക്കുവാൻ നീ. മറക്കുവാൻ മറക്കുവാൻ എല്ലാം മറക്കുവാൻ 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 നീ. മറക്കുവാൻ നീ മറക്കുവാൻ നീ പഠിച്ചോ. അതുപോലെ പിന്നെ അകലേക്ക് ഒഴുകുന്ന ജസ്റ്റ് ഒന്ന് അകലെ, അവിടെ ഒരു ഗ്ലൈഡ് ഉണ്ട്. അകലെ അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ. പുഴയാം നിന്നെ ഞാൻ. അവിടെ അവിടെ എല്ലാം ഓരോ ഗ്ലൈഡ് കൊടുത്തിട്ടുണ്ട്. ഇനി പഠിക്കുന്നില്ല, ആ ഒരു ഗ്ലൈഡ് ഉണ്ടല്ലോ, അതാണ് ഈ പാട്ടിൻ്റെ ഒരു ജീവൻ, ഒരു നാഡി ഞരമ്പ്. അതാണ് മോൻ നന്നായിട്ട് പാടി. പക്ഷെ ഇതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നു. പിന്നെ ഒരു വരി വിട്ടുപോയി, സാരമില്ല അല്ലേ? പോട്ടല്ലേ? പോട്ടെ, ഇപ്പൊ പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി സഞ്ജയ്, ബ്യൂട്ടിഫുൾ സിംഗിങ്. താങ്ക് യു മാം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. എനിക്ക് സഞ്ജയുടെ ആ ഒരു ഡെഡിക്കേഷൻ, സഞ്ജയ് പല പ്രാവശ്യവും ഇവിടെ വന്ന് ഗോപികയൊക്കെ പാടിയത് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മനോഹരമായിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ചെയ്യാറുണ്ട്. എന്താണ് ആഗ്രഹം? അത് നല്ലൊരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിഷ്യനായി മാറണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്തായാലും ആയല്ലോ ഓൾറെഡി. എല്ലാ ലോകമെമ്പാടുള്ള മലയാളികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല അഭിപ്രായമായിരുന്നു ഗോപിക എന്ന ആ പാട്ടിനെ കുറിച്ച് മോൻ അന്ന് പാടിയത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഗോപികേ ഹൃദയമൊരു വെൺശംഖു പോലെ വ്യഥകളിൽ ഇന്ന് മനോഹരമായിട്ട് പാടി. ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു മോനെ മൈക്ക് കുറച്ച് അകറ്റി പിടിച്ചാലേ കുറച്ചുകൂടി ക്ലാരിറ്റി വരും തോന്നുന്നു. അത് വല്ലാണ്ട് അടുത്ത് പിടിക്കുമ്പോൾ എല്ലാ കാറ്റും ബ്ലോയും എല്ലാം കൂടി അതിലങ്ങ് പ്രോബ്ലം ആവുന്നു. കുറച്ചൊന്ന് ദൂരെ പിടിച്ചിട്ട് ഉറക്കെ സംസാരിക്കുക. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോനെ. ഒന്നാമത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എന്താണ് പാട്ടിൻ്റെ ഫീല്! എന്തായാലും ഈ ഒരു പെർഫോമൻസ് മോൻ്റെത് എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെലക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്, ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് കൊണ്ടുവരുന്നത്, നന്നായിട്ട് പാടുന്നുമുണ്ട്. അപ്പൊ ഇനിയും ഇതിലും നന്നാവാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. സഞ്ജയ് ലീല ഭൻസാലി, നല്ല പാട്ട്, നല്ല സുഖമുള്ള ഒരു പാട്ട്. അത് അദ്ദേഹം പാടി വെച്ചേക്കുന്നത് പിന്നെ പറയേണ്ട കാര്യമല്ല. മോനെ നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. അപ്പോൾ എനിക്ക് ആകെ ഉള്ളത്
അത് കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫീലാകാമായിരുന്നു മാത്രം തോന്നുന്നു എനിക്ക്. ആ അകലെ അതൊന്ന് പാടാമോ? അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ നിന്നെ നഗരേ കൊഴുകുന്ന ആ ഒരു ഡൈനാമിക്സും ഒക്കെ ആവട്ടെ അതിന്. നിന്നെ നിന്നെ വെരി ഗുഡ് മോനെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതെന്ത് ഇമോട്ട് ചെയ്യും, എന്ത് മാത്രം ഇമോട്ട് ചെയ്യും നമ്മൾ പാടുമ്പോൾ. എന്ത് സുഖമുണ്ട് ഇപ്പൊ കേൾക്കാൻ. മറ്റേത് വെറും നോട്ട്സ് ആയി പോടാ കേട്ടോ. അങ്ങനെ വെറും നോട്ട്സ് പാടെ ഈ നോട്ട്സ് കിട്ടത്തില്ല, തരത്തില്ല ഞങ്ങള്. പിന്നെ അതുപോലെ അതിന്റെ എന്റെ കൂടെ ഒന്ന് പാടിക്കേ, ഇതിന്റെ ഇത് കഴിഞ്ഞിട്ടുള്ളത്. മനസ്സിൽ തടഞ്ഞു വച്ചു വേറുതേ. മോനെ അത് വെറുതെ അത്രയും വെലോസിറ്റി വേണോ വെറുതേക്ക്? സോഫ്റ്റ് ആയിട്ട് പാടും. അത് സോഫ്റ്റ് ആയിട്ട് പാട്. എന്താ അത് വെറുതെ ആണ് അല്ലേ? ആ വെറുതെ മതി. അപ്പോഴേ അതിൻ്റെ ഒരു അത് നമുക്ക് തരേണ്ട വികാരം തരത്തുള്ളൂ. മോനെ അങ്ങനെ പാടി നോക്കെ സോഫ്റ്റ് ആയിട്ട്. മനസ്സിൽ തടഞ്ഞു വച്ചു വേറുതേ. ആ അത് മതി, അത് കുറച്ചും കൂടെ കുറയാൻ മോനെ കേട്ടോ. അത് സുഖമാക്കുക പാടി. ബാക്കിയൊക്കെ നന്നായിരുന്നു. ബാക്കി ഇപ്പോൾ ഒരു ആ ലോ പോർഷൻ്റെ കാര്യം പറഞ്ഞു, അത് പിന്നെ നമ്മൾ പറയുന്നില്ല. പക്ഷെ മൊത്തത്തിൽ ഈ പാട്ട് മനോഹരമായിട്ട് പാടി ശക്കര കേട്ടോ. നിനക്ക് ദാസേട്ടൻ്റെ പാട്ടുകൾ എടുത്തുകൊണ്ട് വന്നിട്ടാണല്ലോ ഈ കയറുന്നത്. അതിൻ്റെ കാരണം പറയൂ. അതിനകത്ത് എന്തോ ഒരു തങ്ങളിൽ എന്തോ ഒരു അടുപ്പമുണ്ട്, അത് തുറന്നു പറയൂ. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സാറിൻ്റെ പാട്ട്. പിന്നെ സാറിന് ഇതുപോലുള്ള മെലഡി സോങ്സ് എടുത്ത് പാടുന്ന സമയത്ത് ഇവിടെ പാടാൻ പറ്റും എന്നുള്ള ചെറിയ വിശ്വാസമുണ്ട്. പാടാൻ പറ്റിയിട്ടുമുണ്ട് ഇവിടെ മുമ്പേ സമയത്ത്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ പാട്ട് എടുത്ത് കേൾക്കുമ്പോൾ ഒരു വികാരം. അതെ ഓക്കെ, മാർക്സ് ചോദിക്കാം. മഞ്ചരി ചേച്ചി. സഞ്ജയുടെ ഈ ഒരു പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. എന്താടാ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? ശരത് സർ. അത്ര വിശ്വാസമില്ല നിനക്ക്. 7 മാർക്കടാ. ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കും. മതിയോ? സഞ്ജയ് മനസ്സിലായി. 7 മതിയോ? മതിയോടാ? അത് കുറവല്ലേ? കുറച്ച് കുറഞ്ഞു പോയില്ലേ? 7.1 കുറച്ചുകൂടെ കൂടാ. 6.5 ഇടണം. എന്നാ അണ്ണൻ പറഞ്ഞ പോലെ 9.1. താങ്ക് യു സർ. ഷാനിക്ക. സഞ്ജയ് ഓക്കെ. എംജി സർ. മോനെ 9 മാർക്സ്. താങ്ക് യു സർ. ഓക്കെ സർ, ടോട്ടൽ 27.1. അടിപൊളി. ഓക്കെ, അടുത്തതായി സോങ്സ് ഓഫ് ജോയ് റൗണ്ടിൽ പാടാൻ വരുന്നു അശ്വതി. മറിയമേ മിശിഹായെ തുണയ്ക്കണേ. ആൺപെൺകൾ സന്ദീപകാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം. ഈ വാണിൽ നിലയും നിങ്ങൾ. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ. കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി അഞ്ജനവും കസ്തൂരിയും വിരുത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി. വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മണ്ണിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി വന്നല്ലോ. കണ്ടില്ലേ കർപ്പൂരപ്പന്തലില് ചെമ്പകപ്പു കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ. കർപ്പൂരപ്പന്തലില് പുഞ്ചിരിച്ച് പുത്തനൊളി പരത്തി. എന്തിനായി മങ്കമാർക്ക് ചെന്താമര കൈപ്പടമുടുന്നു മൈലാഞ്ചി ചൊല്ലു തൊഴി മൈലാഞ്ചി.
ഹൗവ പണ്ട് ചെയ്ത പാപം തീരാനീശോ കൽപ്പിച്ചു തന്നതി മൈലാഞ്ചി കേളു തൊഴി മൈലാഞ്ചി ഗുരുകൾ സകല മകലുവതിന് അണിയണമിതു തരുണികൾ മാത്തോമൻ വഴിയുടെ മഹിമകളൊഴുകി പാൽച്ചോറും കഴുപ്പിച്ചു പതിവുകൾ നടത്തി കൊണ്ടാടുമ്പോൾ മാലോകരും പ്രാർത്ഥിച്ചു കൂടണം തെറ്റുകുറ്റം പൊറുത്ത് വന്നല്ലോ കണ്ടില്ലേ അന്നമ്മേ നീ എന്താടി പെങ്കൊച്ചേ കുന്തം പോലെ ചിന്തിച്ച് നിൽക്കണത് ഇല്ലമ്മേ ഒന്നുമില്ലമ്മ ചെയ്യും ചുമ്മാതങ്ങ് ചിന്തിച്ച് നിന്ന് ഇങ്ങനെ ഞാൻ ചിന്തിച്ച് നിന്നിട്ടാടി കെട്ടും മുമ്പേ കൊച്ചേ നിന്നെ പെറ്റത് അക്കാലം ഇതല്ലല്ലോ പൊന്നമ്മച്ചി ബുദ്ധിയുള്ള പെണ്ണുങ്ങളാ ഞങ്ങള് പെണ്ണിനെത്ര ബുദ്ധിയുണ്ടായാലും പച്ചമാങ്ങ തിന്നിട്ടാണുങ്ങൾ മുങ്ങി എന്തമ്മേ അന്നമ്മേ നാളെയാണ് പെൺകൊടിക്ക് കന്തീശ്വരൻ ഈശ്വർ വിധിച്ചത് പൂത്താലി മിന്നുമണി പൂത്താലി മന്ത്രകോടി നൂറ്റ നൂലിൽ നല്ലോരേഴ് നൂലു പിരിച്ചതിൽ പൂത്താലി ഒരു കണം പൂത്താലി നട 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 നടവിളികളതിടവഴികളിൽ ഉയരവേ പട്ടിട നന്ദി ചൊല്ലി ഉലകുടയവനേ പട്ടിടം മറിയത്തിൻ കനിവിനെയുടനെ വാഴ്വിൽ നീലേ ഒന്നായി വാഴാൻ സന്തതി സൽഗതിയാദികൾ കൈവരുവാൻ കണ്ടില്ലേ കർപ്പൂരപ്പന്തലിലെ ചെമ്പകപ്പൂ കുമ്പിടും പെണ്ണൊരുത്തി വന്നല്ലോ കർപ്പൂരപ്പന്തലിലെ പുഞ്ചിരിച്ച് പുത്തനൊളി അഞ്ജനവും കസ്തൂരിയും നിരത്തി ചമയിച്ച് നല്ല ചന്തം വരുത്തി വെള്ളയും കരിമ്പടവും വിരുത്തി പെണ്ണവളെ മങ്കമാർ കൊണ്ടിരുത്തി വന്ന ജനമെല്ലാരും ചൊല്ലുന്നു മുന്നിലിൽ ഇങ്ങനെ ചേലുള്ള മറ്റൊരുത്തി ആൺപെൺകൾ സന്ദീപദാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താ മാത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാളിൽ നിലയും നിങ്ങൾ ആൺപെൺകൾ സന്ദീപദാതി തൊട്ടി മണ്ണിൽ ആലാഹനായൻ ഹിതത്താൽ മാർത്തോമൻ കാട്ടുന്ന മാർഗേ ചരിക്കണം ഈ വാളിൽ നിലയും നിങ്ങൾ. അച്ചു ചേച്ചി എന്തു പറ്റി ടയർഡായി പോയാ ഇടയ്ക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ലിറിക്സ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നാ വരണേ എവിടെ നിർത്താൻ അച്ചു സ്ഥലമില്ല. ഓ ലിറിക് ഇല്ലാത്തൊരു പാട്ട് എടുത്തുകൂടായിരുന്നു. വൗ ഗ്രേറ്റ് ഐഡിയ ഗ്രേറ്റ് തോട്ട്. യാ പല്ല തന്നെന്നാ പൊന്നെന്നാ അതൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരാ എഴുതിയത് ഈ ലിറിക്കൊക്കെ എഴുതിയത്? അതെഴുതിയതാണോ? അല്ല ഇത് അത് ഞാൻ തന്നെ. ഈ പാട്ടോ? അല്ല അത് സന്തോഷ് ശർമ്മ സാർ. ശരി. ഇതിന്റെ സംഗീത സംവിധായകൻ നാദിർഷ സാർ. ഏതാണ് ഫിലിം? കട്ടപ്പനയിലെ ഋതിക് റോഷൻ സിനിമയിലെ. ആരാണ് പാടിയത്? വൈക്കം വിജയലക്ഷ്മി മാമും ഓ നോ, വിജയലക്ഷ്മിയോ? റിമി ടോമി മാമും. ആ, രണ്ടുപേരും നമ്മുടെ ഹൃദയത്തിനോട് അടുത്ത് നിൽക്കുന്ന രണ്ട് സ്ത്രീജനങ്ങൾ. ഒരു അസാധ്യമായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല സെലക്ഷൻ. അച്ചു തുടക്കമൊക്കെ അണ്ണന്റെ ഭാഷ പറയാം സ്പ്രിഞ്ചി. ശബ്ദമൊക്കെ അല്ലേ നല്ല രസമുണ്ട് ആ ടോൺ കേൾക്കാനും. അതുപോലെ അത് നല്ല ഓളം ഉണ്ടായിരുന്നു. അത് തുടങ്ങി. പിന്നെ ഈ എന്തിനാണ് നാദിർഷ ആ അനുപല്ലവയുടെ സെക്കൻഡ് ഹാഫ് കൊണ്ട് മേളിൽ കമ്പോസ് ചെയ്തതെന്ന് ഞാൻ ദുഃഖിച്ചു. അശ്വതി പാടുന്നത് കേട്ടോ. അത് മാത്രമായിരുന്നു. ഞാനും ദുഃഖിച്ചു. ആ, ഞങ്ങളെല്ലാരും കുടുംബത്തോടെ ദുഃഖിച്ചു. നട വിളി. കാരണം അത് ഒരു കൺട്രോൾ ഇല്ലാതായി പോയി. നീ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആദ്യം എങ്ങനെ ഒപ്പിച്ചു, പിന്നെ രണ്ടാമത്തെ ചരണത്തിൽ അത് ഒട്ടും കൈ നിൽക്കുന്നില്ല. അതേ ഉള്ളൂ. നമുക്ക് ആകെ ഒരു വിഷമം തോന്നിയ ഒരു രണ്ട് ഏരിയകൾ. പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ പോലെ വരുന്നത് കംപ്ലീറ്റ് ആണ് കേട്ടോ. ഒന്നാമത് അതും കൂടെ മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് എടുക്കരുതായിരുന്നു. നമ്മൾ രണ്ടുപേര് പാടുന്നത് പാടാനുള്ള ഒരു അതിൻ്റെ വാക്കുകൊണ്ട് മുറിച്ചു കഴിഞ്ഞാൽ നീ എവിടെ പോകുന്നിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ പോരല്ലോ, പള്ളിയിൽ എന്ന് പറയണ്ടേ. അപ്പം അത് കൃത്യമാവണം കേട്ടോ അച്ചു. അതേ ഉള്ളൂ. ഇത് ഇപ്പൊ പാടിയതിന്റെ അല്ല, ആ റേഞ്ച് ആസ്വദിക്കുക. ആ സ്വിച്ചിങ് അത്രയ്ക്കൊരു ഗുണമായില്ല. അത് പഠിച്ചിട്ട് വരുന്നേ ഉള്ളൂ. സ്വിച്ചിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ അല്ല, അതിന് ശരിയാക്കി എടുക്കണം. ഇതൊക്കെ പറ്റും നിങ്ങളെ കൊണ്ട്. ഒന്നും പറ്റായിക ഇല്ല.
എല്ലാം പറ്റും. പക്ഷെ അന്യായ ടോണാണ്. ഒത്തിരി രസമുണ്ട്. എന്ത് രസമാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ എൻ്റെ ദൈവമേ ഇവക്ക് എൻ്റെ പണപ്പെട്ടി തുറക്കേണ്ടി വരുമല്ലോ എന്ന് ഞാൻ എക്സസൈസ് ഒക്കെ ചെയ്ത് ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു ഗുണവും ഉണ്ടായില്ല, അത് കളഞ്ഞു. പോട്ടെ. അച്ചു, സാർ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അതെ സൂപ്പറായിട്ടുണ്ട്. നിന്റെ ചിരിയെ നിന്നെ മൊത്തത്തിൽ കാണാൻ. ഐ ലവ് യു. ഐ ലവ് യു ടു സാർ. എനിക്കൊരൊറ്റ സഹായം വേണം. നമ്മുടെ ആ തുടക്കം നമ്മുടെ കോറസ് അണ്ണന്മാരെന്ന് എണീറ്റ്. അല്ല, സ്ത്രീകൾ വേണ്ട, സ്ത്രീകളെ എനിക്ക് വേണ്ട. രണ്ട് ഘടാഘടിയന്മാരായിട്ടുള്ള ആ തുടക്കത്തിലെ ജതി ഒന്ന് കൃത്യം ആ താളത്തിന് ആ ടെമ്പോ ലയം വിടാണ്ടൊന്ന് പറഞ്ഞ് നോക്കട്ടെ. എന്ത് പരിപാടിയാ ഇത് നിങ്ങൾക്കുള്ളതാ. ആഹാ. അതാണ് ആ ഈ തക തക്കിട്ട ജണു എന്താണ് അങ്ങനെ ഒരു കുഴമറിയാനായിട്ട് കിടക്കുന്നത്. ഒന്നുകൂടെ 1 2 ആദ്യം തൊട്ട് ഓപ്പണിംഗ് വേണ്ട, അതൊക്കെ മനോഹരമായിരുന്നു. ഈ ഏരിയ മതി. 1 2 3 4. ഇങ്ങനെങ്കിലും വേണം കേട്ടോ. അത് കാര്യം നിങ്ങളെല്ലാം ഒരു ഫാമിലിയാണ്. നമുക്ക് അതങ്ങോട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നല്ല കിടക്കാച്ചേരാ. അത് വന്നപ്പോഴത്തെ ഒരു ശ്വാസം മുട്ടായിരുന്നു. ലയം എന്നുള്ളത് പ്രധാനമാണ്, അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. എന്ത് ചെയ്താലും അത് അതിനകത്ത് നിൽക്കണം കേട്ടോ. യേശേ, അച്ചു, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ഷാനിക്ക. അച്ചു, സാർ ഐ ലവ് യു ടു അച്ചു. ഐ ലവ് യു 3 സാർ. അരെ വാ, അച്ചു നന്നായിട്ട് പാടി അച്ചു. താങ്ക് യു സാർ. ആ ഫസ്റ്റ് ഹാഫ്, പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. എന്തൊരു ടോണാണ് മോളെ, അടിപൊളി ടോൺ കേട്ടോ. അത് പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോണാണ് അശ്വതിക്കുള്ളത്. അത് ഹാറ്റ്സ് ഓഫ്. അത് ഇറ്റ്സ് എ ബ്ലെസ്സിങ്, അങ്ങനെ ഒരു ടോൺ കിട്ടുക എന്ന് പറയുന്നത് തന്നെ. അത് ആ ടോണിന്റെ മുകളിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലും വർക്ക് ചെയ്യേണ്ടത് ബ്രെത്ത് എങ്ങനെ ഹോൾഡ് ചെയ്യണം, സ്റ്റാമിന ബിൽഡപ്പ്. കാരണം അന്നമ്മേ നീ എന്താടി അവിടം തൊട്ട് ആണ് ഈ ടയേർഡ്നെസ് ആക്ച്വലി ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഈ പാട്ടിൻ്റെ ഡൈനാമിക്സ് മുഴുവൻ മാറാൻ തുടങ്ങി, അശ്വതിയുടെ ടോൺ മാറാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ്? റിമി വൈക്കം അങ്ങനെയുള്ളത് കൊണ്ടാണോ സ്വിച്ച് ചെയ്തത്? ചെറുതായിട്ട് അങ്ങനെ നോക്കിയായിരുന്നു, പക്ഷെ കറക്റ്റ് ആയിട്ട് അത്ര അങ്ങനെ കിട്ടിയില്ല. എന്നാലും നോക്കി ഞാൻ അത്ര തന്നെ. അങ്ങനെ അതങ്ങനെ എല്ലാ പാട്ടിനും നമുക്ക് അങ്ങനെ 100% കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് മാക്സിമം ഒന്ന് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ ഈ പാട്ട് ചിലപ്പോൾ ഒരു ലേറ്റർ സ്റ്റേജിൽ പാടിയാലും മതിയായിരുന്നു. ഇപ്പം വേറൊരു പാട്ട് വേണമെങ്കിൽ പാടാമായിരുന്നു. ഇത്രയും ഇങ്ങനെ ഈ പറഞ്ഞ പോലത്തെ ഇത്രയും പ്രശ്നങ്ങളുണ്ട്. അല്ല, പ്രശ്നമായിട്ടല്ല, ഞാൻ പാടി നോക്കിയായിരുന്നു. പിന്നെ ചെറിയ കാരണേക്കാൾ മുന്നേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായി. അത് എന്താ ഈ പാട്ട് അതോടുകൂടി തീരുമാനമായി. അല്ല, അങ്ങനത്തെ ടെൻഷൻ അല്ല, എന്നാലും ചെറിയ ഇല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. MG സർ. അശ്വതി, നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇത് 2 പേര് പാടിയതാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ലൈൻസ് ഉള്ളപ്പോൾ നമ്മൾ ഇത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ 2 പേര് പാടണം. അല്ലെങ്കിൽ 2 പേര് പാടണം. അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പാട്ടെടുത്ത് പാടിയാൽ നന്നായിരുന്നു. പിന്നെ ഈ മേളിലത്തെ പോർഷൻസ് ആണ്, അത് ഫാൾസെറ്റയിലോട്ട് പോകുമ്പോഴത്തേക്ക് ആ ശ്രുതിയിലൊന്നും ചേരുന്നില്ല. ബട്ട് പാട്ട് നല്ല രസമുണ്ട്. അറ്റംപ്റ്റ് ഈസ് ഗുഡ്. കാരണം പിന്നെ നമ്മുടെ റിമി മോളും പിന്നെ വൈക്കം മോളും കൂടെ ചേർന്ന് പാടിയതാണ്. നല്ല രസമുണ്ട്. ആക്ച്വലി ഇത് വന്നിട്ട് ഈ പാട്ടുണ്ടല്ലോ, ഇതിൻ്റെ തുടക്കം ഇത് ജ്ഞാനായക്കാരുടെ ഒരു പാട്ടാണ്. അവർക്ക് ഈ പാട്ട്, അതായത് മാർത്തോമൻ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? സെയിം ട്യൂണാണ്. ഇത് തന്നെ ഇട്ടാൽ മതി. മാർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്, ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉണ്മയെഴുന്നൽക വേണം. ഇത് ഒരൊറ്റ ട്യൂണാണ്. ഇത് ഞാൻ നല്ല ബീറ്റാണ്. ഇതിങ്ങനെ അവരുടെ ഒരു എന്താണ് പറയുന്നത്, എല്ലാ കല്യാണത്തിനും എല്ലാ ഉത്സവങ്ങൾക്കും പാടുന്നൊരു പാട്ടാണ്. അതാണ് ഇതിൻ്റെ ബിഗിനിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സും ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ പാട്ട് പാടിയപ്പോൾ നല്ല മനോഹരമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഗ്രൂപ്പ് നന്നായിട്ട് പാടി. അത് താളത്തിൽ വന്നാൽ മതി കേട്ടോ, രസമുണ്ടായിരുന്നു. പക്ഷെ ഇനി ലൈഫിൽ ഇതുപോലെ 2 പേര് പാടുന്ന പാട്ട് എടുത്ത് പാടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ വന്നാലും എത്തത്തില്ല. അല്ലെങ്കിൽ
ഒരു ഗ്യാപ്പ് എവിടെങ്കിലും ശ്വാസം എടുക്കാനുള്ള ഒരു ഗ്യാപ്പെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. ഓക്കെ. അപ്പൊ അത് സെലക്ഷൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ പാട്ട് മോശമൊന്നല്ല, നല്ല പാട്ടാണ്. പക്ഷെ രണ്ടുപേര് പാടിയാൽ നന്നായിരിക്കും. താങ്ക് യു സർ. ചേച്ചി അച്ചുമാ മാം ആദ്യം തന്നെ അതിമനോഹരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അതെ, സുന്ദരിയായിട്ടുണ്ട്. ആ മുടിയുടെ ഹെയർ സ്റ്റൈലും കൂടി ഒന്ന് കണ്ടോട്ടെ. അതിൽ ഒരുപാട് പണിതിട്ടുണ്ടെന്നറിയാം. ഒന്ന് തിരിഞ്ഞേ. ആഹാ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ വെച്ചത്, ആ ഫ്ലവേഴ്സ് വെച്ചതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുള്ള കോസ്റ്റ്യൂം. ശരിക്കും ഈ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനത്തെ ഒരു പാട്ടിന്. സാധാരണ മൊത്തത്തിൽ ഒരു വൈറ്റ് ഗോൾഡൻ അങ്ങനത്തെ ഒരു സംഭവമല്ലേ. ആ റെഡ് വന്നപ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക ഭംഗി കൂടി. എനിക്ക് ആ കോറസും നിങ്ങളും കിടുക്കിട്ടോ. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ത്രൂ ഔട്ട്. പിന്നെ മോളെ എനിക്ക് ഇതേ അഭിപ്രായമാണ്. വീണ്ടും ഞാനത് എടുത്ത് പറയുന്നില്ല. മോള പാടിയപ്പോഴത്തേക്കുള്ള ഹൈ പാടുമ്പോൾ ഒരു സ്ട്രെയിൻ പോലെ തോന്നി, പിന്നെ ശ്വാസം കിട്ടാണ്ട്. അപ്പോൾ അതേ അഭിപ്രായമാണ് എനിക്ക്. കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പാട്ട്, ഒരു സോളോ ആയിട്ട് ഉള്ള ഒരു സംഭവം എടുത്ത് പാടാമായിരുന്നു മോൾക്ക് എന്നുള്ളത്. കാരണം എത്രയോ പാട്ടുകളുണ്ട്. ഇത് രണ്ടാൾ പാടുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു പാട്ട്, വരികൾ സ്പെഷ്യലി നാദിർ ഷാ ഖാൻ്റെ പാട്ടുകളിലൊക്കെ അദ്ദേഹം വരികളുടെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പം അദ്ദേഹം പാട്ടുകൾ എഴുതുമ്പോൾ അങ്ങനത്തെ എന്താ സിമ്പിൾ വരികളല്ല എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ നമ്മൾ നിന്ന് പാടും, അതിനനുസരിച്ചാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പം മോള് രണ്ടാളും കൂടി നിന്ന് പാടുമ്പോഴത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്യാമായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പം മോളുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നല്ല അറ്റംപ്റ്റ് തന്നെയാണിത്. നല്ല സുന്ദരിയായിട്ട് മിടുക്കിയായിട്ട് വന്ന് പാടി. എന്തായാലും മോളെ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. ചക്കരെ സർ. പഞ്ചാരെ നിനക്ക് ഞാൻ 8.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി അച്ചുമാ മാം 8.3 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. എം ജി സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു. ഷാനിക്ക. ഓക്കെ. ഓക്കെ, സോ ടോട്ടൽ 25.2. ഓക്കെ. ജഡ്ജസ്, യെസ് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മുൻപ് ഞാൻ ആരെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവരാറുണ്ടല്ലോ. വേണല്ലോ. ജൂനിയേഴ്സ് കഴിഞ്ഞു, സീനിയേഴ്സ് ആയി. പക്ഷേ 2 ജൂനിയർ ഗസ്റ്റുകളാണ് വരാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ അതില് ബെസ്റ്റ് കിഡ്സ് വ്ലോഗർ കാറ്റഗറിയിലാണ് ഇവർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. കിഡ്സ് വ്ലോഗറോ? മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ്. കറക്റ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ, അവരുടെ ചാനലിന്റെ പേര് ടിയ ആൻഡ് അദ്വിക്. ചേച്ചിയും അനിയനുമാണ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ടിയ ആൻഡ് അദ്വിക്. അപ്പൊ ഇതാണ് ടിയ, ഇതാണ് അദ്വിക്. നമ്മുടെ അമൃത ടിവിയുടെ ഞാൻ തിരിച്ചു വിചാരിച്ചു. സാർ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിലെ അമൃത ടിവിയുടെ ഡിജിറ്റൽ മീഡിയ അവാർഡ്സിലെ വ്ലോഗർ കാറ്റഗറിയിൽ ഇവർക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇപ്പോ 4.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി. നിയറിംഗ് 5 മില്യൺ എന്താണ് നിങ്ങളുടെ കണ്ടന്റ്? ഞാൻ കൂടുതൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അൺബോക്സിംഗ്, ട്രാവലിംഗ്, കുറെ ഫൺ അൺബോക്സിംഗ് ടോയ്സോ എന്താണ്? എന്തും അൺബോക്സിംഗ് നല്ല വെറൈറ്റി ചോക്ലേറ്റ്സ്, ടോയ്സ് എല്ലാം വെറൈറ്റി ആയിട്ട് തോന്നുന്ന സാധനങ്ങളെല്ലാം ഞങ്ങൾ അൺബോക്സ് ചെയ്യാം. ഞങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നത്? അദ്വിക്കിന്റെ റോൾ എന്താണ്? അദ്വിക്ക് ചോക്ലേറ്റ് അൺബോക്സ് ചെയ്യുകയാണെങ്കിൽ കഴിക്കും ചോക്ലേറ്റ്. നല്ലൊരു റോളാണ്. ഇനി തൊട്ട് അദ്വിക്കിന്റെ റോള് ഞാൻ ഏറ്റെടുക്കും. ഞാനും മരിക്കും എന്നാലും ഞാൻ. അല്ല, അദ്വിക് പറ, എന്താണ് ചേച്ചിയുടെ വ്ളോഗില് അദ്വിക് എന്തൊക്കെയാ ചെയ്യാറ്? ഞാൻ അൺബോക്സ് ചെയ്യാ, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ കൂടുതൽ മക്കളെ തിന്നുമല്ലേ മോനെ? എന്താ അൺബോക്സ് ചെയ്യാൻ മാത്രമൊക്കെ. മോനെ ഏതിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? 5th. മോളോ? ഞാൻ 8th. ഓ, ഈ 8th പഠിക്കുന്ന കുട്ടിയാണ് ഇത്രയും മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാക്കിയത്. മൈൻഡ് ബ്ലോയിങ്. പാരന്റ്സ് എന്താ ചെയ്യണേ? അഡ്വക്കേറ്റ് ആണ്, പ്രൊഫഷണലി ഇൻടു അഡ്വക്കേറ്റ് ആൻഡ് ഫാമിലി ഒക്കെ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഹൈക്കോർട്ടിലാണോ പ്രാക്ടീസ് ചെയ്യുന്ന? ഹൈക്കോർട്ടിലും പാലക്കാട് ബാറിലും മെമ്പറാണ്. ഓക്കെ, റൈറ്റ്. ഹൗസ് വൈഫ് ആണോ അതോ ബിസിനസ് ഹെൽപ്പ്? ചെയ്യാ. ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യോ? ഓക്കെ, എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു.
എന്തിനൊക്കെയാണ് കിട്ടിയത് മോളെ? ആക്ച്വലി 10 years ബിലോയില് ആദ്യത്തെ 1 million യൂട്യൂബില് കിട്ടിയതിനാണ് ഈ റെക്കോർഡ്സ് എല്ലാം. വെരി നൈസ്. അപ്പൊ ഈ സ്കൂൾ ടൈമിന്റെ ഇടയിലൊക്കെ ഈ വ്ളോഗിനൊക്കെ എങ്ങനെ സമയം കിട്ടുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബസ്സിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കാറുണ്ട്. ബസ് വയ്യാൻ വൈകുമല്ലോ, അപ്പൊ ഒരു വ്ളോഗ് എടുത്തേക്കാം. പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട്. വെരി നൈസ്. അദ്വിക്കിനോ സമയം കിട്ടാറുണ്ടോ? പഠിക്കാനുണ്ടോ കൊറേ? കൊറേ സമയമുണ്ട്. അപ്പൊ ഹോംവർക്ക് ഒക്കെ എപ്പോഴാ ചെയ്യുന്നേ? ഒരു 5 o'clock 4 o'clock ചെയ്യും. ഓക്കെ, ടിയ വേറെ എന്തൊക്കെ ടാലൻസ് ആണുള്ളത്? ഞാൻ കൂടുതൽ വീഡിയോസ് ഒക്കെയാണ് എടുക്കാറ്. എനിക്ക് കുറെ മാജിക് ചെയ്യാൻ ഇഷ്ടമാണ്. എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ഫസ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് സയന്റിസ്റ്റ് ആവണമെന്നായിരുന്നു. അപ്പൊ ഈ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ? അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളെല്ലാരും അത് കാണും. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്, ബെസ്റ്റ് കിഡ്സ് വ്ളോഗർ അവാർഡ് കിട്ടിയതില്. ആൻഡ് പ്രൗഡ് പാരന്റ്സ് ആണ്. അപ്പൊ ഇവർ ഇനിയും സപ്പോർട്ട് ചെയ്യാ കുട്ടികളെ. താങ്ക് യു സോ മച്ച്. ഡിജിറ്റൽ മീഡിയ അമൃത ഡിജിറ്റൽ മീഡിയ അവാർഡ് ബെസ്റ്റ് കിഡ് വ്ളോഗർ അവാർഡ് കിട്ടിയതിൽ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ജഡ്ജസിന്റെ ഫ്രണ്ടിൽ നിൽക്കാന്ന് പറഞ്ഞത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമാണ്. എനിക്കൊന്ന് മാത്രമല്ല, ഞങ്ങളുടെ എൻറ്റയർ ഫാമിലിക്ക് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ അമൃത ചാനൽ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു. ഓക്കെ, പക്ഷെ അങ്ങനെ വിടുന്നില്ല, നമ്മുടെ കൂടെ എപ്പിസോഡ് ഉണ്ടാവണം. ഓക്കെ, അപ്പൊ അവിടെ താങ്ക് യു. സ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി നഷ്ടസ്വർഗങ്ങളെ മനസ്സിൽ പീലി വിടർത്തി നിന്നാടിയ മായമയൂരമിന്നെവിടെ കൽപ്പന മഞ്ജുമയൂരമിന്നെവിടെ അമൃത കുംഭങ്ങളാൽ അഭിഷേകമാടിയ ആഷാഢ പൂജാരിയെവിടെ അകന്നേ പോയി മൂകിൽ അലിഞ്ഞേ പോയി അനുരാഗമാരിവിൽ മറഞ്ഞേ പോയി നഷ്ടസ്വർഗങ്ങളെ
കരളാലവളൻ കണ്ണീരു കോരി കണ്ണിലൻ സ്വപ്നങ്ങളെഴുതി ചുണ്ടിലൻ സുന്ദര കവനങ്ങൾ തിരുകി ഒഴിഞ്ഞൊരാ വീതിയിൽ കൊഴിഞ്ഞൊരൻ കാൽപ്പാടിൽ വീണപൂവായവൾ പിന്നെ അകന്നേ പോയി നിഴൽ അകന്നേ പോയി അഴലിൻ്റെ കഥയതു തുടർന്നേ പോയി നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീയൊരു ദുഃഖസിംഹാസനം നൽകി തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി വെരി നൈസ് നൈസ് നൈസ്. അർജുൻ അർജുൻ സൂപ്പർ ആയിരുന്നടാ. ഇവിടെ ഈ ഗ്യാപ്പിലൊക്കെ സാധാരണ സ്റ്റെപ്പ് ഒക്കെ ഇടുമല്ലോ, ഈ പാട്ടിലൊന്നും ചെയ്യാനില്ലല്ലോ. ഞങ്ങളവിടെ നിന്ന് ചിരിവൻ അല്ല സ്റ്റെപ്പ് ഇട്ടിരുന്നെങ്കിൽ കാണാമായിരുന്നു. ഒരു സ്റ്റെപ്പ് ഇട്ടത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഇടയിലിങ്ങനെ ഞാൻ മൈൻഡ് കാമാക്കാൻ വേണ്ടി അങ്ങനെയല്ലേ സ്വർഗങ്ങളേക്ക് എന്ത് സ്റ്റെപ്പ് ഇടാനാണ്? എന്ത് സ്റ്റെപ്പ് ഇടാനാ? അല്ല, നീ എന്തിനാ ലാസ്റ്റ് ചിരിച്ചത്? പാത്തോസ് റൗണ്ട് അല്ലേ? ശരിയാണ്, പക്ഷെ എനിക്ക് ഭയങ്കര കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നൈസായിട്ട് ഒന്ന് ചില്ല് ചെയ്യാൻ, സോറി മൈൻഡ് ഒന്ന് കാം ചെയ്യാൻ. അല്ല മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടി ഞാൻ തന്നെ ചിരിച്ചതാ. ആണല്ലേ? അപ്പൊ പാത്തോസിന്റെ ഒരു വൈബ് മാറിയിട്ടുണ്ടാവോ? ആ കുഴപ്പമില്ല, മാറിയിട്ടുണ്ടാവും. അല്ല ഉണ്ടാവില്ല. ആർക്കും കുഴപ്പമില്ലെന്ന് ചോദിച്ചു നോക്കാം നമുക്ക്. ശരത് സാർ. അർജുനെ സാറേ, ഉഗ്രം പാട്ട്, ഉഗ്രം പാട്ട്, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. അർജുൻ നന്നായിട്ട് തന്നെ പാടി. അതിനോട് കുറച്ച് എനിക്ക് ഒന്ന് പാടിത്തരേണ്ടത്. യെസ് സർ. ആ നൽകി എന്നുള്ളത് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആവാമെന്ന് തോന്നി. നന്നായിട്ടൊക്കെ അതിൻ്റെ അത് ഒരു സുഖമാവാതെ. ദുഃഖസിംഹാസനം നൽകി 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 ഒരു ചെറിയ വിബ്രാട്ടോ നൽകി. അതുപോലെ തപ്ത നിശ്വാസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒന്ന് പാടാമോ? തപ്ത നിശ്വാസങ്ങൾ ചാമരം. അത് അങ്ങനെ ചാമരം. അത് ആ ചായയുടെ ഒരു ഓ കിടക്കുന്നുണ്ട്, അതങ്ങ് മാറ്റുക കേട്ടോ. തപ്ത നിശ്വാസങ്ങൾ ചാമരം. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. നന്നായിട്ട് പാടി അർജുൻ. താങ്ക് യു സർ. മനോഹരം. താങ്ക് യു സർ. അർജുനെ സാർ അടിപൊളിയായിട്ട് പാടാണ്. താങ്ക് യു സർ. താങ്ക് യു. ഞാൻ ആകെ നൽകി ആണ് ഞാൻ ഒരു വര ഇട്ടത്. പിന്നെ ഇതാ ബാക്കി കാര്യങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ശരത്തേട്ടൻ പറഞ്ഞു. അപ്പം അതാണ് എനിക്ക് ആ നൽകിയാണ് മെയിനായിട്ട്. അത് കുറച്ചുകൂടെ മൊത്തത്തിൽ കുറച്ചുകൂടെ ഒരു ഫീൽ ആവാമായിരുന്നു എന്നുള്ളൊരു ഹോട്ട് മാർക്ക്. കേട്ടോ, അടിപൊളിയായിട്ട്. താങ്ക് യു ഷാനിക്ക. എം ജി സർ. അർജുൻ സർ. കാച്ചിമുക്കി. കാച്ചിമുക്കിയോ? കാച്ചിമുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് കച്ചേരിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് പറയുന്നൊരു പ്രയോഗമാണ്. ഇന്നത്തെ കച്ചേരി കാച്ചിമുക്കിന്ന്. ബലേ ഭേഷം എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു പര്യായമാണ്. അപ്പൊ എന്തായാലും നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി. ഈ പറഞ്ഞൊക്കെയാണ് ചെറിയ ചെറിയ സംഭവങ്ങളാണ്. ഈ നഷ്ടസ്വർഗങ്ങളെ എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ടൈം പോയെങ്കിലും കുറച്ച് ആടിയെങ്കിലും സെക്കൻഡ് ടൈം വന്നപ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പം അർജുന് പാടാൻ അറിയാമെന്നുള്ളത് ക്ലിയർ ആക്കി അവിടെ. പിന്നെ ഇതിന്റെ ഒരു വേദിയിൽ നിന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതായത് ലാസ്റ്റിലത്തെ ആ തത്വനിശ്വാസങ്ങൾ അതൊന്ന് ഒന്ന് പഠിക്കും. ലാസ്റ്റ് വെരി എൻഡ് തപ്തനിശ്വാസങ്ങൾ ചോമരമല്ല ചാമര.
തപ്ത നിശ്വാസങ്ങൾ ചാമരം അമ്മനെ അതൊരു ഫീൽ ആയിട്ട് വരട്ടെ, മനസ്സിൽ നിന്ന് ഉള്ളിന്ന് വാ. തപ്ത നിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. എൻ്റെ വരുമ്പോൾ ശ്വാസം വെച്ച് പോവും. പക്ഷെ മോനെ, മോൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പാടുമ്പോൾ ഇതിനെക്കാട്ടി ശ്വാസം കിട്ടും ഇല്ലേ? പിന്നല്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്കറിയാതെ. ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും അങ്ങനെ. കാരണം ഒരു വേദിയിൽ നിന്ന് പാടുമ്പോൾ മാത്രമല്ല, 3-4 പേര് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക, എന്തോ ഉണ്ട് തെറ്റ് എന്ന് പറഞ്ഞ് പിടിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് നാച്ചുറലി അതൊക്കെ സംഭവിക്കും. കാറ്റൊക്കെ കുറച്ച് കുറയും, കുഴപ്പമില്ല. എന്തായാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. മോൻ കാച്ചി മുക്കി. താങ്ക് യു സർ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ ചേച്ചി. അർജുൻ മാം, പൊളിച്ചടുക്കി. താങ്ക് യു. സൂപ്പർ. താങ്ക് യു. താങ്ക് യു. നന്നായി പാടി മോനെ. താങ്ക് യു. കാരണം ഞാൻ അന്ന് എന്റെ മനസ്സിൽ ഇപ്പോഴും ആ തന്നി തൊട്ടിയ അത് ഒരു ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു അർജുന്റെ. പിന്നെ ഇപ്പൊ ഇതിന്റെ അകത്ത് നല്ല ഫീലോട് കൂടി പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം ചില ഭാഗങ്ങളൊക്കെ ഞാൻ ആദ്യം ഈ പാട്ട് എടുത്തപ്പോൾ വിദ്യാധരൻ മാഷിന്റെ പാട്ടല്ലേ, അപ്പം അതിനൊരു പ്രത്യേകതയുണ്ട് പാട്ടുകൾക്ക്. എത്രയോ പാട്ടുകൾ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, എത്രയോ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ട്. മാഷ് പാടുന്നതിന്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്, മാഷ് പഠിപ്പിച്ചു തരുന്നതിന്റെ രീതിയും അതൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ നല്ല സ്വീറ്റ് ആയിട്ട് പാടി. താങ്ക് യു മാം. പിന്നെ ഈ പറഞ്ഞ ഇപ്പം സാർ എം ജി സാർ പറഞ്ഞ പോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, ഇനി എന്താ മാർക്കണ്ടേ ചേച്ചി? അർജുൻ ഈ ഒരു പെർഫോമൻസിന് 9.2. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ? അർജുനെ സാറേ 9 മാർക്ക്. താങ്ക് യു സർ. ഷാനിക? താങ്ക് യു സർ. ദേ കിടക്ക്. എം ജി സർ? ഞാൻ പറയട്ടെ, കാരണം എനിക്കിപ്പോ മാർക്ക് പറയാനുള്ള അവസരം കിട്ടുന്നില്ലല്ലോ. പറയാനായിട്ട് അതുകൊണ്ട് ശ്രീകുട്ടൻ ചേട്ടൻ എനിക്കൊരു ചാൻസ് തന്നിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മാർക്ക് പറയാൻ വേണ്ടി. 9.2. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 27.4. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച് ടിയ ആൻഡ് അദ്വിക് ആൻഡ് ഫാമിലി. അപ്പൊ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇനി ഒരുപാട് അവാർഡ്സ് വാങ്ങാൻ പറ്റട്ടെ, കുറെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അർജുന്റെ ആ ഒരു പാട്ടോടിന്റെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പക്ഷെ അവൻ എന്തൊക്കെയോ കിളി പോയിരിക്കുകയാണ്. നമ്മുടെയും കിളി പോയി സർ. ഒരു കിളിയല്ല മക്കളെ, അവന്റെ ഒരു കിളി, ഇരുകിളി, മുക്കിളി, നാക്കിളി ഒക്കെ പോയി. 1 2 3 4. ഒരു കിളി, ഇരുകിളി, മുക്കിളി, നാക്കിളി, ഓലച്ചുമ്പത്താടിയിരുന്നൊരു നാടൻ പാട്ടും പാടില്ല. ഉള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റുവാടല്ലേ, വന്നിത്തണലിരുന്നാട്ടെ. ഉള്ളുന്ന വെയിലല്ലേ, വെയിലേറ്റുവാടല്ലേ, വന്നിത്തണലിരുന്നാട്ടെ. ഒരു കിളി, ഇരുകിളി, മുക്കിളി, നാക്കിളി, ഓലത്തുമ്പത്താടിയിരുന്നൊരു നാടൻ പാട്ടും പാടില്ല. കാച്ചി മുച്ചി. കാച്ചി മുച്ചി.